ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് നമ്മുടെ എന്ന് പറയുന്നത് ഇന്നലെ നമ്മുടെ ബർത്ത്ഡേ ഒക്കെ ഗംഭീരമായിട്ട് ആഘോഷിച്ചു. നിങ്ങൾക്ക് കാണുമ്പോൾ ഗംഭീരമാകുമോ ഇല്ലെന്ന് നമുക്കറിയില്ല, പക്ഷെ എന്നാലും ഞങ്ങളുടെ രീതിയിൽ എത്രത്തോളം സക്സസ് ആക്കാൻ പറ്റുമോ ആ രീതിയിൽ ഞങ്ങൾ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച് തകർത്ത് തരിപ്പണാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ ഒരുപാട് പേര് വന്നു, എല്ലാവരും നല്ല ഗിഫ്റ്റും കാര്യങ്ങളും എല്ലാം കൊടുന്നു തന്നു. കുറേ ഉടുപ്പ് കൊടുന്നു തന്നു, അവന് കളിപ്പാട്ടങ്ങൾ കൊടുന്നു തന്നു, അവന് എന്തൊക്കെ അവന് അടുത്ത കാലത്ത് ഇനി ഒന്നും വേണ്ട ആ രീതിയിലുള്ള ഗംഭീര ഗിഫ്റ്റുകളും എല്ലാം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും ഭയങ്കര സന്തോഷം, സ്നേഹം. ഓക്കെ, വ്ളോഗ് ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോയിൽ പോയിട്ട് വീഡിയോ കണ്ടു നോക്ക്. നല്ല രസമായിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് വിശ്വാസം. ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടു പറ. ഇടയ്ക്ക് വെച്ച് കരഞ്ഞത് മാത്രം ഒരു ഇതായി. കാരണം അല്ലാത്ത സമയത്ത് ഇവന് കരയില്ല, അല്ലാത്ത സമയത്ത് ഇവന് കരച്ചിലോ പിടിച്ചിലോ അങ്ങനെ ഒരു പരിപാടി ഇല്ല. പക്ഷെ വ്ളോഗിന് ആ കേക്ക് മുറിക്കുന്ന ടൈം ആകുമ്പോഴേക്കും ചെക്കൻ അങ്ങോട്ട് കടന്ന് കരഞ്ഞു. അത് ഒരു ഇതായി. പക്ഷെ എന്നാലും കുഴപ്പമില്ല, എൻ്റെ കുഞ്ഞ് ഹാപ്പിയാണ്. ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച് 1 വയസ്സായതിൻ്റെ ഒരു ഇതിലാണ് അവൻ ഉള്ളത്. കണ്ടില്ലേ ഗൈസ്? അപ്പോൾ ഇനി നമുക്ക് ഇനിയിപ്പോൾ എന്താ പരിപാടി? പട്ടാമ്പി പോകണ്ടേ? ഞങ്ങൾക്ക് ഇനി പട്ടാമ്പിയിലൊന്ന് പോകണം. കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് സെറ്റാക്കി വരാനൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വ്ളോഗ് ഒരു ഉച്ചയായപ്പോഴാണ് തുടങ്ങുന്നത്. കാരണം ഞങ്ങൾ അതെ, ഇന്നലെ എല്ലാം തകർത്ത് കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഒരു 4 മണിയായി പുലർച്ചെ. അപ്പോൾ ഇപ്പോൾ ഇവിടെ എടുക്കാൻ ടൈം ഏകദേശം ഒരു 12-1 മണിയൊക്കെ ആണ് ഇപ്പോൾ സമയം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി ഗസ്റ്റുകളെല്ലാവരും പോയി, എല്ലാവരും വീട്ടിലെത്തി. വീട് പഴയ പോലെ ശാന്ത ഉറക്കത്തിലായി. ഓക്കെ, ഇനി ഞങ്ങൾക്ക് നല്ലപോലെ ഒന്ന് ഉറങ്ങാണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും നമുക്ക് പട്ടാമ്പിയൊക്കെ പോയിട്ട് ഒന്ന് വരാവേ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളങ്ങനെ പട്ടാമ്പിയൊക്കെ പോയി. ഞങ്ങൾ ഭക്ഷണം കാലത്തൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 5 പൊറോട്ട മേടിച്ചിട്ടുണ്ട്. ഇനി അത് സെറ്റാക്കണം. ഓക്കെ, സെറ്റാക്കല്ലേ? എന്താ ഒരാൾ പഠിക്കണം ഭാര്യയെ എന്നാൽ പോയിട്ട് വിളമ്പി തരൂ. അതോ എടാ, അണക്കല്ല, നിനക്കല്ല, ഞങ്ങൾക്കാണ്. പിടി എന്നാ, വേഗം പോയിട്ട് അതൊന്ന് സെറ്റാക്കി കൊണ്ടുവരും. ചെക്കനെ ഞാൻ പിടിക്കാം. പറയടാ, നിന്റെ ബർത്ത്ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു നിന്റെ ബർത്ത്ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഇഷ്ടപ്പെട്ടോ? നിനക്ക് എല്ലാവരും കൊടുക്കുന്ന ഗിഫ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നാ? ഗിഫ്റ്റ് കാണിച്ചു തരാട്ടോ ഗൈസ്. ഇതൊന്ന് കഴിഞ്ഞിട്ട് അതിന് കിട്ടിയ കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ. പാവം സോണി, അവൾക്ക് തീരെ വയ്യ. പക്ഷേ അവളെ ഉറങ്ങാനും സമ്മതിക്കില്ല. പൃഥു അവൻ കാണിക്കുന്ന കേട്ടോ, അവൻ്റെ വികൃതി നോക്കിക്കോ. കാണിച്ചു തരേ. അവൻ്റെ വികൃതി. കൊടുക്ക് അടിക്കടാ. എന്തൊരു ചുണ്ടിങ്ങനെ പിടിച്ച് വെച്ചിക്കണ്. ഞാനടാ ഉമ്മ കൊടുക്കണ്ട ആർക്കെങ്കിലും? നീ ആർക്കെങ്കിലും ഉമ്മ കൊടുക്കുന്നുണ്ടാടാ? അയ്യാ ഒരുത്തി നോക്കിയൊക്കെ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കണം. എന്താ ചേച്ചിയ പ്രശ്നം? വയ്യ. ഒരു ബർത്ത്ഡേ പരിപാടി കഴിഞ്ഞപ്പോൾ ഓൾക്ക് വയ്യ. ഓളെ കല്യാണത്തിന് പോലും ഇത്ര ക്ഷീണമില്ല. എത്ര അജ്ജോ ഒരുത്തൻ കാട്ടണ കണ്ടോ? ആരേലും ഓടി വായോ. നമ്മുടെ പൃഥ്വിക്കുട്ടന് കിട്ടിയ ഒരു ഗിഫ്റ്റാണ് കേട്ടോ ഈ ഒരു കാറ്. അടുത്ത് ഗിഫ്റ്റ് കാണിക്കാമെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു ഗിഫ്റ്റാണ് ഈ ഒരു കാറ്. പക്ഷേ ഇവന് ഇതിലിരിക്കാൻ ഭയങ്കര പേടിയാണ്. നിങ്ങളെ വ്ളോഗ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇപ്പം ഇരിക്കുമ്പോൾ കരയാണ്. ഇവനെ ആരെങ്കിലും എടുക്കണം. അതേപോലെ ഒരു ടേബിളും കിട്ടിയിട്ടുണ്ട്. ഫുഡ് കഴിക്കാനായിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു ടേബിൾ കിട്ടിയിട്ടുണ്ട്. അതിലും ഇരിക്കാൻ പേടി. ഇരുന്ന് കഴിഞ്ഞാൽ ഒപ്പം ഭയങ്കര കരച്ചിലാണ്. സംഭവം പരിചയക്കുറവുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സാധനമൊക്കെ ആദ്യമായിട്ടല്ലേ കാണുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷെ ആശപ്പം അതുമ്പോൾ മെല്ലെ ഇങ്ങനെ മെരിഞ്ഞ് വരുന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്താണ് ഏതാണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയണം.
അതുമൊക്കെ കേറി കളിയാണ് ഈ ചെക്ക. നമുക്ക് ഇരുന്നാലോടാ, ഇരുന്ന് ഓടിക്കുക. ഒരു കാര്യം ചെയ്യും സോണിയ, ഓനയില് അവിടെ പിടിച്ചിരുത്ത്. എന്നിട്ട് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഓനെടുത്ത് ആയിച്ചെന്താ ഇജ്ജ് കാട്ടണ്? അതായി നായി എടി ഊള ചെക്കനെ പിടിച്ചിരുത്തടി. കൈമിക്ക് കയറിട്ടോ, കുട്ടിയുടെ കൈമിക്ക് കയറും. ശരി കാര്യം അവനെ മടിയിലേക്ക് എന്നാ ഞാൻ അങ്ങനെ വിട്ടാ. പുമ്പില്ലേ നന്നായി. അമ്മയും മോനും കൂടെ സൈക്കിൾ ഓടിച്ച് കളിക്കണേ. എന്താ അതിന്റെ ഒരു ഭംഗി. ഇനി നമുക്ക് പൃഥ്വിട്ടനൊന്ന് പിടിച്ചിരുത്തിയാലോ? ഗൈസ് നോക്കിക്കോട്ടോ, അവ ഇരിക്കുമ്പോ അവന്റെ പേടി ടെൻഷനൊക്കെ നോക്കിക്കോ. നമുക്ക് അതിലൊന്ന് ഇരിക്കുക. നമുക്കൊന്ന് ഇരിച്ചല്ലേ, നമുക്കൊന്ന് ഒരു വട്ടം ഒന്ന് ഇരുന്ന് നോക്കാം. ബാ ഇരിക്കാം. പേടിയാണ് അവന്. ഒന്നും കൂടി ആവേണ്ടി വരും തോന്നുന്നുണ്ട് ഇതിലിരുന്ന് സെറ്റ് ആവാൻ. ഒരു 1.5 വയസ്സൊക്കെ ആയാൽ ചിലപ്പോ സെറ്റ് ആവും. അതന്നെയല്ല, അവൻ കണ്ടിട്ടില്ലാത്തൊരു സാധനം പെട്ടെന്ന് അവന്റെ മുമ്പിലോട്ട് കൊണ്ടുവെക്കുക. എന്താ സാധനം ഒന്നും അറിയത്തില്ല, പരിചയം വരുന്നില്ലല്ലോ. കുറച്ച് പരിചയം ആയി കഴിയുമ്പോ ആള് തന്നെത്താനെ കേറി ഇരിക്കാനൊക്കെ. എന്ത് പണ്ടാരാന്നായിരിക്കും അവൻ ചിന്തിക്കുന്നത്. നീ എന്തിനാണ് എന്റെ പിന്നാലെ വരുന്നത്? നീ വേറെ വഴിക്ക് പോണാ. എന്നാ ഞാൻ ഈ വഴിക്ക് പോവാ, അതാ നടക്കുള്ളൂ. തൊടുവൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, തൊടുന്നൊക്കെ ഉണ്ട്, ചക്കക്കമ്പൊക്കെ തൊടുന്നും പിടിക്കാനൊക്കെ ഉണ്ട്. ഓരോന്ന് നുള്ളി കുറക്കാം. ഞാൻ പറഞ്ഞു കൊടുക്കും, ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും. ബലൂണൊക്കെ പിടിക്കാൻ വേണ്ടിയുള്ള ഓട്ടം നോക്കിയത് അതിന് പൊട്ടണം കേട്ടോ, അതിന്റെ വിറ്റാവുന്നു. പിന്നെ അതിനോടുള്ള പേടിയാവും. ഫുഡായിട്ട് വരുന്നുണ്ട് പൊണ്ടാട്ടി. വേം വാ, ബിഗ് ബോസ് കാണണ്ടേ? വേം വാ. യെസ്. കിടക്കുന്നുണ്ടല്ലോ വല്ലതി. എന്റെ കാഴ്ച കണ്ട് കാട്ടണം, ഞാൻ നിന്നെ തിന്നാൻ പോവാറ്.
അയ്യാ എന്റെ താടി എന്റെ താടി എന്റെ താടി എന്റെ താടി എന്റെ താടി. ഇതെന്റെ വാശി കാണണം ഗായ്സ്, ചില്ലറ വാശിയൊന്നല്ല. എന്ത് ഇപ്പൊ എമ്മാതിരി വാശി തുടങ്ങിയെന്ന് അറിയാം. എന്ത് കാര്യത്തിന് കേട്ടോ കണ്ട 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 കള്ളക്കരച്ചില്. കാരണം ഓന് ഈ കുപ്പി വേണം. സോണി ഈ കുപ്പി എടുത്തിട്ട് ഒന്ന് പുറത്തേക്ക് ഇട്ട്, കട്ടിലിൻ്റെ പുറത്തേക്ക് ഇട്ട്. അപ്പോൾ തുടങ്ങിയത് അവൻ്റെ കരച്ചില്. എൻ്റെ അതാ 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 ഇതെന്തിനാ എന്തിനാ കരയണേ? നോക്കത് പിന്നിക്ക് പോണ്ട് ആ തല ഇടിക്കുക അവിടെ. എന്താ പൊന്നാ, എന്താ അച്ഛര മുത്തിന്. ഇവിടെ കുറച്ച് പ്രശ്നമാണ്, ഒരു കുപ്പി പ്രശ്നമാണ് ഇവിടെ. ഈ ഒരു കുപ്പിയാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത് ഗായ്സ്. അത് ചില ആളുകൾ ഉണ്ടാക്കിയ പ്രശ്നം. എൻ്റെ കൊച്ചിനെ കരയിച്ചു. ഇതിന് ഇവൾ ഇന്ന് അനുഭവിക്കാൻ പോണി. ഈ കുപ്പി കൊണ്ട് ഇവൾക്ക് അടി കൊള്ളാൻ വേണ്ടി പോവാണ് ഗായ്സ്. ഓക്കെ, എൻ്റെ കൊച്ചിനെ അവൾ കരയിച്ചു. കാലുണ്ടോ കുഞ്ഞു കാലുണ്ടോ? അപ്പൊ നല്ല കുട്ടിയായിട്ട് പാല് കുടിക്കേണ്ടി. അപ്പൊ ഗായ്സ് നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വേറെ ഒന്നും പറയാനില്ല. ഇവിടെ ഭയങ്കര വഴക്കുണ്ടാവാൻ പോവാണ്. ഓക്കെ, അപ്പൊ നാളെ കാണുന്നവരെ ബൈ.